പക്ഷേ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചാരണമുണ്ട് ഈ ഹിന്ദുമതത്തിലേക്ക് ചേരാൻ പോകുന്നു, ഈ ഇസ്ലാം വിശ്വാസം പൂർണ്ണമായി തള്ളിക്കുന്നു, കൃഷ്ണനെ കൂടുതൽ അങ്ങ് ജീവിതത്തോട് ചേർക്കുന്നു എന്ന രീതിയിലേക്ക് അങ്ങനെ ഒരു മതം മാറ്റം എന്നതിനെ കുറിച്ച് ആലോചന. ഞാൻ ഞാൻ പറഞ്ഞില്ല, എന്നെ ഉപദ്രവിക്കുന്ന കുറച്ച് സ്ത്രീകളുണ്ടെന്ന്. അവരോട് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, കണ്ണനെ സ്നേഹിക്കണം എന്നുണ്ടെങ്കിൽ മതം മാറണം, ഞാൻ മതം മാറാൻ തയ്യാറാണ്. നിങ്ങളുടെ അഭിപ്രായം ഞാനിപ്പോ മതം മാറി എന്ന് പറഞ്ഞു. ഞാൻ മതം മാറിയ സമൂഹത്തിന്റെ കാഴ്ചയിലാണ് ഞാൻ മതം മാറുക. എന്റെ മനസാക്ഷിയുടെ ഉള്ളിൽ എന്താന്നുള്ളത് എനിക്ക് മാത്രമേ പറയാൻ പറ്റുള്ളൂ. എന്റെ മനസാക്ഷിയുടെ ഉള്ളിൽ ചിലപ്പോൾ ഞാൻ അപ്പയും പടച്ചോനെയായിരിക്കും വിളിക്കുന്നത്. അതിപ്പോൾ ആർക്കും കീറി മുറിച്ച് നോക്കാൻ പറ്റൂല. മതം മാറി എന്ന് പറയുമ്പം വിഷ്വലായിട്ടേ നമുക്ക് പറയാൻ പറ്റും. മനസാക്ഷി അങ്ങനെ ഇപ്പം ഞാൻ മതം മാറണേ ഞാൻ മതം മാറുകയും ചെയ്യുമെന്നാണെങ്കിൽ എനിക്ക് അത്രമേൽ പ്രിയപ്പെട്ടതാണ്. കാരണം ഒന്നുമില്ലാത്ത എന്നെ ഇത്രത്തോളമാക്കി എന്നെ എന്താ പറയുക, വെറും ഒരു മജീദിന്റെ മകളായിട്ടും വെറും ഒരു സലീമിന്റെ ഭാര്യയായിട്ടും പുറം ലോകം അറിയപ്പെടുന്നതിന് പകരം കണ്ണനെ വരയ്ക്കുന്ന കുട്ടി എന്നുള്ള രീതിയിൽ അറിയപ്പെട്ടപ്പോൾ എനിക്ക് ആ കണ്ണനോട് അത്രമേൽ സ്നേഹം ബഹുമാനമുണ്ട്. കണ്ണന് വേണ്ടിയിട്ട് മതം മാറിനെ ഞാൻ മാറുകയും ചെയ്യും. മടിയില്ല, എന്ത് മടി ഉണ്ടാവാനാ? ഇത്രയും കാലം മതം മാറുന്നതിനെന്താ? അപ്പോൾ എല്ലാവരും ചോദിക്കുന്നു, പിന്നെ എനിക്ക് ആ മതം മാറിക്കിടെ എന്തിന് തട്ടട്ടാ ചോദിക്കും. നീ എന്തിന് തട്ടട്ടില്ല ചോദിക്കും. എനിക്കൊന്ന് തട്ടട്ടൂടെ. എല്ലാം വ്യക്തിപരമായിട്ടുള്ള സ്വാതന്ത്ര്യമാണ്. ഇവിടെ നമുക്ക് ഇന്ത്യയിൽ സ്വാതന്ത്ര്യം കിട്ടിയ ഇവരാരും അറിയില്ല എന്ന് തോന്നി. ഇവരിപ്പോഴും കുറച്ച് ചട്ടക്കൂടിൻ്റെ ഉള്ളിൽ നിൽക്കുന്നതാണ്. ഒരുത്തന് കഴിഞ്ഞ ദിവസം എന്നെ ഭീഷണിപ്പെടുത്തിക്കുന്ന ഈ പള്ളി കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കുമെന്ന് പറഞ്ഞിട്ട്. പള്ളി കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കട്ടെ. ഈ പള്ളിക്കാട്ട് തന്നെ പോയിട്ട് കിടക്കണമെന്ന് ആരും പറഞ്ഞിട്ടില്ല. അല്ല, പള്ളിക്കാട്ടിലും 6 അടി മണ്ണാണുള്ളത്, ഇവിടെ 6 അടി മണ്ണാണുള്ളത്. മണ്ണ് തന്നെയല്ലേ ഉള്ളത്. ഇവിടെ ബേക്കിൽ ഞാൻ എന്നെ കവറടക്കിക്കോളൂ. അല്ലാതെ ഇപ്പം എന്താക്കാനാ? ഇവർ പള്ളിയിൽ നിന്ന് പുറത്താക്കുകയാണെങ്കിൽ പുറത്താക്കിക്കോളി. നിങ്ങൾക്കതാണ് സന്തോഷമെങ്കിൽ. ഇവരൊക്കെ എന്താ തെറ്റ് കാണുന്നതെന്ന് പറയണം. മറ്റൊരു ദൈവത്തെ ഇവരൊക്കെ പറയുന്നുണ്ട് ഭയങ്കര മതേതരത്താണെന്ന് പറയുന്നുണ്ട്. പിന്നെ ഇവരെന്തിന് ഈ കൃഷ്ണ വരയ്ക്കുന്നതിന് ഇവർ കുറ്റം പറയണം? മതേതരത്തെ ഇവരുടെ മനസ്സിലുണ്ടെങ്കിൽ ഇതിനു മുമ്പ് ഒരു സംഭവം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ മദ്രസയിൽ പഠിപ്പിച്ചൊരു സംഭവം, ഈ നരകത്തിലെ തീക്കൊള്ളികളാണ് ഹിന്ദു മതസ്ഥരെന്ന് അന്യമതസ്ഥരെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞാനൊരു വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുത്തന്നെ എടുത്ത് എന്നോട് ചോദിച്ചു, എങ്ങനെയാണ് അടക്കി ഇനി ഹിന്ദു മതസ്ഥർ നരകത്തിലെ തീക്കൊള്ളിയാണെന്ന് പറയുന്നത്? ഇതേ ഇവർ തന്നെയാണ് ഹിന്ദു മതസ്ഥരെ കുറ്റം പറയുന്നത്.